സാഹിത്യകാരൻ ശ്രീ ശ്രീകുമാരൻ തമ്പി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീകുമാരൻ തമ്പി ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ്, പകരം വെക്കാനില്ലാത്ത ഒരു സാഹിത്യകാരൻ MT യാത്ര പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? അത് ഒരു വലിയ യുഗം അവസാനിച്ചു എന്ന് പറയാം. ഒരു വലിയ സുദീർഘമായ ഒരു കാലഘട്ടം. അദ്ദേഹം പ്രചോദിപ്പിക്കാത്ത ഒരു എഴുത്തുകാരനും മലയാളത്തിലില്ല. MTയുടെ വഴിയെ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിച്ച അനവധി എഴുത്തുകാർ മലയാളത്തിലുണ്ട്. അതേ ഒരു മാതൃകയായിരുന്നു, എല്ലാവർക്കും ഒരു മാതൃകയായിരുന്നു. പക്ഷെ ആർക്കും അങ്ങനെ മറ്റൊരു MT ആകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ മഹത്വമാണ് കാണിക്കുന്നത്. കാരണം അദ്ദേഹം ആദ്യം എഴുതിയ ചെറുകാസമാരം മുതൽ അദ്ദേഹം എഴുതിയ എല്ലാ നാലുകെട്ട് മുതലിങ്ങോട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള അശ്രമിത്ത കാലം, മഞ്ഞ് തുടങ്ങി അദ്ദേഹം വിവിധ രീതികളിലുള്ള വിവിധ ശൈലികളിലുള്ള അനവധി നോവലുകൾ തുടർച്ചയായി വായിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ അദ്ദേഹം തുല്യനായ ഒരു എഴുത്തുകാരനെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പലരും പുതിയ പല പേരുകളും പറയുന്നുണ്ടാവും. പക്ഷെ MTക്ക് പകരം MT മാത്രമേ ഉള്ളൂ. MTയാണ് വഴി തുറന്ന മലയാളത്തിലൊരു പുതിയ എഴുത്തുകാരെ ഒക്കെ ഒരു വഴികാട്ടിയായി മാറിയ നോവലിസ്റ്റ് MTയാണ്, കഥാകൃത്ത് MTയാണ്. എന്തിന് ചലച്ചിത്രകാരനും MTയാണ്. കാരണം തിരക്കഥ എങ്ങനെ എഴുതണം എന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ ഉത്തരം പെടുന്ന MT എഴുതുന്നവർ എഴുതണമെന്നാണ്. അപ്പോൾ ഒരു നോവൽ എങ്ങനെ എഴുതണം എന്ന് ചോദിച്ചാൽ MT എഴുതുന്നവർ എഴുതണം. അപ്പൊ അങ്ങനെ ഒരാൾ വേറെ ഇല്ല. നമുക്കിപ്പോ സിനിമാ രംഗത്തും സാഹിത്യ രംഗത്തും അതുപോലെ സിനിമാ രംഗത്തും ഒരുപോലെ മഹാശയനായിട്ട് ശരിക്കു പറഞ്ഞാൽ ഭരണം നടത്തിയ ഒരാൾ വേറെ ഇല്ല. അത് നമ്മളിപ്പോ MT മരിച്ചു, എല്ലാവരും മരിക്കാന്ന് പറഞ്ഞു. പക്ഷെ MTയുടെ മരണമൊന്നും ശരീരം പോയി എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ പ്രതിഭ മരിക്കുന്നില്ല. അദ്ദേഹം എഴുതി വെച്ച കഥകളായാലും നോവലുകളായാലും ബാലസാഹിത്യമായാലും യാത്രാ വിവരണങ്ങളായി കഴിഞ്ഞാലും തിരക്കഥകളായി കഴിഞ്ഞാലും അദ്ദേഹം ഒരുക്കിയ ചലച്ചിത്ര ഭാഷ്യങ്ങളായി കഴിഞ്ഞാലും കാലത്തിനും അതീതമാണല്ലേ എല്ലാം. അദ്ദേഹം ചലച്ചിത്ര ഭാഷ, അദ്ദേഹം തിരക്കഥ എഴുതിയ പടങ്ങൾ വേറിട്ട് വയ്ക്കും, അദ്ദേഹം സംവിധാനിച്ച പടങ്ങൾ വേറിട്ട് വയ്ക്കും. നിർമാല്യം പോലെയൊക്കെ ഒരു സബ്ജക്ട് ഇന്നെടുക്കാൻ പറ്റുമോ? നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അപ്പൊ നിർമാല്യം പോലെ ഒരു കഥ ആ കാലഘട്ടത്തിൽ എടുക്കുക, അതിൽ PG ആന്റണിയെ നായകനാക്കുക, അതൊക്കെ ഒരു അസാമാന്യമായ ഒരു പ്രതിഭയുടെ ഈ പ്രകാശമാണ്. അതായത് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ, ഉദാഹരണത്തിന് മമ്മൂട്ടിയെ പോലും കണ്ടെത്തിയ അദ്ദേഹമാണ്. MT സംവിധാനിച്ച ദേവലോകം എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് മമ്മൂട്ടി അഭിനയിക്കാൻ വന്നത്. അത് പലർക്കും അറിയില്ല. പിന്നീടാണ് മറ്റു പടങ്ങളൊക്കെ. അപ്പോ MTയുടെ ഒരു മാർക്ക് വേറെയാണ്, നമുക്ക് തുല്യനായിട്ട് മറ്റൊരാളാണ്. പക്ഷെ ഇപ്പം നമ്മളെ ഒരു ദുഃഖം എന്ന് പറഞ്ഞാൽ നമുക്ക് മരണത്തെ തടയാൻ പറ്റില്ല. നമ്മൾ ഈ നഷ്ടം നമ്മൾ അംഗീകരിച്ചേ മതിയാവും. അതേസമയം അദ്ദേഹത്തിന്റെ രചനകളും അദ്ദേഹത്തിന്റെ വഴിയും നമ്മുടെ ഉള്ളിലുണ്ട്, നമുക്കത് പിന്തുടരാം. എനിക്കും സുഖമില്ലായിരിക്കുകയാണ്, എനിക്കും പ്രായമായിരിക്കുകയാണ്. പക്ഷെ എനിക്ക് പോലും അദ്ദേഹം എന്നെക്കാട്ട് 7 വയസ്സേ പ്രായക്കൂടുതലുള്ളൂ. പക്ഷെ അദ്ദേഹം എൻ്റെ വഴികാട്ടിയെ പോലെയായിരുന്നു. എൻ്റെ ആദ്യ കഥാസമാഹാരം 20 വയസ്സ് ഇറക്കിയ കഥാസമാഹാരം അദ്ദേഹം അവതാരിച്ചു. അപ്പോൾ അന്ന് മുതൽ ഞങ്ങളൊക്കെ ആരാധകരാണ്. അപ്പോൾ ആ ഒരു ആരാധനയ്ക്ക് ഒരു മാറ്റവും ഇല്ല, ഇപ്പോഴും ആരാധകനാണ്. വളരെയധികം നന്ദി ശ്രീകുമാരൻ തമ്പി, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.